ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാനൊരു ബട്ടർ നാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻഷാല്ലാ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് മൈദ മാവ്, 1 കപ്പ് തൈര്, പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ്, ആവശ്യത്തിന് ഉപ്പ്, ബേക്കിംഗ് സോഡ, 1 അര സ്പൂൺ പഞ്ചസാര ഇടുന്ന ബട്ടറുണ്ട്. ഇൻഷാല്ലാ നമുക്കിതെല്ലാം ചേർത്ത് ഒരു ബട്ടർ നാൻ തയ്യാറാക്കാം. ഇതിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടാണ് നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ. കുറച്ച് കയ്യിലൊട്ടുന്ന പരുവമായാലും കുഴപ്പമില്ല. മാവ് നന്നായിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് കുഴയ്ക്കുന്നതിന് കുറച്ച് വെള്ളം കൂടുതൽ വേണം. നന്നായിട്ട് കയ്യിലൊട്ടുമ്പോൾ നല്ല സ്റ്റിക്കി പരുവമായാലും നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കതിന് അല്പം എണ്ണയും കൂടി ചേർത്ത് കുഴച്ചെടുക്കണം. എണ്ണ ചേരുമ്പോൾ നന്നായി നല്ല സോഫ്റ്റ് ആവും. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, ഇതിന് വേണ്ടുന്ന തൈര് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്പം കൂടി എണ്ണ കൂടെ തേച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എത്രത്തോളം ഞവടി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളതിനെ സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ബട്ടർ നാനിന് വേണ്ടിയിട്ട് കുഴച്ച് വെച്ച മാവ് വളരെ നല്ല സോഫ്റ്റായി, ഏകദേശം 1/2 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ ഉണ്ടാക്കാം. ഓരോ ഉരുളകളും ആദ്യം ഉരുളകളായി എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ പരത്തിയെടുക്കാവൂ. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി വലിയ ഉരുളകളാക്കണം. ഇത് പരത്തുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, സോറി. ഞാൻ ഇങ്ങനെയാണ് ഒരു സൈഡ് ഇതിൽ വെച്ചിട്ട് ബാക്കി അടുത്തത് ഗ്രില്ലിലേക്ക് ചുട്ടെടുക്കും. ബട്ടർ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് എല്ലാം നല്ല സോഫ്റ്റ് നാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇൻഷാല്ലാ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.